അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഒരു കുടുംബത്തിലെ കളിയും ചിരിയും കുസൃതിയുമാണ് ഇന്നലെ മുതൽ ഇല്ലാതായത്. മരണത്തിൻ്റെ ഭയാനകമായ രൂപമാണ് സ്വന്തം അമ്മയുടെ മുന്നിൽ കണ്ടത്. കണ്ടു നിൽക്കാനാവാത്ത രംഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൊല്ലം അഞ്ചലിൽ ഹൃദയം പൊട്ടിക്കുന്ന അതിദാരുണമായ സംഭവം നടന്നു. നമ്മളൊക്കെ ഒരിക്കലും നടക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പൊന്നു മക്കളുടെ വിയോഗം, അതും ആ അമ്മയുടെ കൺമുന്നിൽ വെച്ച് ആ ഒരു ഭയാനക രൂപം ആ അമ്മ കാണേണ്ടി വന്നു. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇന്ന് എല്ലാ മാതാപിതാക്കളും നമ്മുടെ മക്കളെ, അത് ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ, കരാട്ടെ പഠിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾ ഒരുപാട് താല്പര്യം കാണിക്കാറുണ്ട്. ഒരുപാട് മക്കൾ ഇത് പഠിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾക്ക് പലതും പറയാനുണ്ടാകും. ചെറിയ മക്കളാണ്, അവർക്ക് താങ്ങാനാവാത്ത പരിശീലനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അത് എന്തോ ആയിക്കോട്ടെ, 11 വയസ്സുള്ള പൊന്നു മോളാണ് ഈ ഒരു കരാട്ട പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള അഹന്ന എന്ന പൊന്നുമോള്. ആ കുടുംബത്തിലെ കളിയും ചിരിയും കുസൃതിയുമാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത്. മാതാപിതാക്കൾക്ക് ആ പൊന്നുമോളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ആഗ്രഹങ്ങളായിരുന്നു, പ്രതീക്ഷകളായിരുന്നു. മിടുമിടുക്കിയായ കുട്ടിയായിരുന്നു, എല്ലാം പെട്ടെന്ന് പഠിക്കുന്ന പൊന്നുമോളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ ചേർത്തിയത്. മരണപ്പെട്ടത് വാളകം തെക്കേ അമ്പലക്കര പുത്തംവിള വീട്ടിൽ ബിനോയ് സീനി ദമ്പതികളുടെ മകൾ അഹന്നയാണ് മരണപ്പെട്ടത്. ഇന്നലെ വ്യാഴാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം. 2 മണിയോടെ അഞ്ചലിലെ കരാട്ടെ പരിശീലന കേന്ദ്രത്തിലായിരുന്നു സംഭവം നടന്നത്. അഹന്നയ്ക്ക് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിനുള്ള പരിശീലനമായിരുന്നു. അതിൻ്റെ ഒരു പ്രാക്ടീസായിരുന്നു അവിടെ നടക്കുന്നത്. അതിനായിരുന്നു അഹന്ന അമ്മയെയും കൂട്ടി അവിടെ എത്തിയത്. ഏറെ സന്തോഷത്തിലായിരുന്നു, ഉന്മേഷവതിയായിരുന്നു. ഒരു രോഗമോ ഒരു പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെയില്ല. പരിശീലനം തകൃതിയായി നടക്കുന്നതിനിടെ പെട്ടെന്ന് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടു. പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുട്ടി കുഴഞ്ഞു വീണ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. ഒരു നിമിഷം മുമ്പ് വരെ കളിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അടുത്ത നിമിഷം നിശബ്ദമാവുകയാണ്. അതാണ് മരണം. ആ അമ്മയുടെ കൺമുന്നിൽ ആ മരണത്തിൻ്റെ ഭയാനക രൂപം കണ്ടപ്പോൾ ഈ ലോകം തന്നെ തകർന്നു പോയിട്ടുണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും സന്തോഷവുമായിരുന്നു പെട്ടെന്ന് ഇല്ലാതായി പോയത്. ആ കുഞ്ഞിൻ്റെ അപ്രതീക്ഷിതമായ മരണം ആ നാട് തന്നെ ഇന്ന് മൗനത്തിലാണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കായിക പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. പല ആളുകൾക്കും പലതും പറയാനുണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളാണ്, പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലുള്ള ആയാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതും സംഭവിക്കും എന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും. എനിക്കൊരു കാര്യം പറയാൻ പറ്റും. ഇതുപോലുള്ള ആയാസമുള്ള പ്രവൃത്തികൾ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ആരോഗ്യം കൂടി ഒന്ന് മെഡിക്കൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ഡോക്ടറെ കണ്ട് അവരുടെ ആരോഗ്യം ഉറപ്പിക്കുക. അതാണ്, ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. അത് നമ്മൾ ഓർക്കുക. നമ്മുടെ മക്കളാണ്, നമ്മൾ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ മക്കളാണ്. നമ്മളാണ് അവരെ നോക്കേണ്ടത്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.